ഇനി കാര്യങ്ങൾ നീങ്ങുക യുദ്ധകാലാടിസ്ഥാനത്തിലായിരിക്കും. സതീശൻ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന വകുപ്പിൽ നിന്നുമാണ് ഇപ്പോൾ 5 പേരെ ഒറ്റയടിക്ക് പുറത്താക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. 16,000 കോടി രൂപ ചെലവിട്ട് 2028ഓടെ വിഴിഞ്ഞത്തെ ഒരു വൻകിട പോർട്ട് സിറ്റിയാക്കി മാറ്റുവാൻ ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതിയാണ് ഇപ്പോൾ കരിങ്കല്ല് കിട്ടാനില്ലാത്തതിനെ തുടർന്ന് പൂർണ്ണമായിട്ടും വഴിമുട്ടി നിൽക്കുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പ്രകൃതിദത്തമായ ക്ഷാമമല്ല, മറിച്ച് അദാനി ഗ്രൂപ്പിന്റെ കണ്ണ് വെട്ടിച്ച് നടന്ന കോടികളുടെ കരിങ്കല്ല് കൊള്ളയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി എത്തിച്ച 5.5 ലക്ഷത്തോളം മെട്രിക് ടൺ കരിങ്കല്ല്, അതായത് ഏകദേശം 40 കോടി രൂപയിലധികം വിലമതിക്കുന്ന പാറക്കല്ലുകൾ ചപ്പാത്ത് കോട്ടുകാൽ സ്റ്റോക്ക് യാർഡിൽ നിന്നും ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടിയിരുന്ന ഈ ഭീമൻ കല്ലുകൾ സ്വകാര്യ വ്യക്തികൾക്കും സമീപത്തെ ദേശീയപാത വികസനവുമായി ഉദ്യോഗസ്ഥർ മറിച്ചുവിറ്റു എന്നാണ് ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഈ വമ്പൻ പാറക്കല്ലുകൾ ഒഴുക്കുവെള്ളത്തിലും ചതുപ്പിലും താഴ്ന്നു പോയി എന്ന തികച്ചും വിചിത്രവും യുക്തിരഹിതവുമായ മറുപടിയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയത്. ഈ വൻ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് അദാനി ഗ്രൂപ്പിന് മുന്നിൽ കടുത്ത നിലപാടുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുറമുഖ വകുപ്പിന്റെ ചുമതല നേരിട്ട് വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന 5 പ്രധാന ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ക്വാറി മാനേജ്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന ചീഫ് അക്കൗണ്ടന്റ് അരുൺ മോഹൻ അടക്കമുള്ള 5 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് അടിയന്തരമായിട്ട് പിരിച്ചുവിട്ടത്. വൻകിട കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉഗ്രൻ നീക്കവുമായി ഭരണകൂടം നിലയുറപ്പിച്ചതോടെ വിഴിഞ്ഞത്തെ അഴിമതി കൂട്ടുകെട്ടുകൾ ഒന്നടങ്കം തകർന്നു വീണിരിക്കുകയാണ്. ഈ കൂട്ടപ്പിരിച്ചുവിടലിനും അതിനെ തുടർന്ന് നടക്കുന്ന ആഴത്തിലുള്ള അന്വേഷണങ്ങളും കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് വിഴിഞ്ഞത്തേക്ക് ഒരു ലോഡ് കരിങ്കല്ല് പോലും എത്താതായിട്ടുമുണ്ട്. ലോജിസ്റ്റിക്സ് ശൃംഖല പൂർണ്ണമായിട്ടും സ്തംഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിശ്ചലമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനവും പുലിമുട്ട് നിർമ്മാണവും പൂർത്തിയാകണമെങ്കിൽ ഇനി ആകെ 77 ലക്ഷം ടൺ കരിങ്കല്ല് ആവശ്യമുണ്ട്. ഇതിൽ 50 ലക്ഷം ടൺ കരിങ്കല്ല് അടിയന്തരമായി തന്നെ സൈറ്റിൽ എത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്ന സ്വപ്നം യഥാസമയം യാഥാർത്ഥ്യമാവുകയുള്ളൂ. കരിങ്കല്ല് കൊള്ള നടത്തിയ 5 പേരെ ഒറ്റയടിക്ക് പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശക്തമായ തുടക്കം കുറിച്ചുവെങ്കിലും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. തമിഴ്നാട് സർക്കാരുമായി വീണ്ടും ഉന്നതതല ചർച്ചകൾ നടത്തി ഗ്രീൻ ചാനൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയും പ്രാദേശിക വിതരണത്തിലെ ചുവപ്പുനാടകളും തടസ്സങ്ങളും നീക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ശക്തമായ ബ്യൂറോക്രാറ്റിക് സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ ഈ സ്തംഭനാവസ്ഥ മാറുകയുള്ളൂ. അല്ലാത്തപക്ഷം കേരളത്തിന്റെ അഭിമാനമായ ഈ വൻകിട പദ്ധതി വർഷങ്ങളോളം വൈകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഏറെ സ്വപ്നങ്ങളുള്ള വിഴിഞ്ഞം തുറമുഖത്തെ കൈവിട്ട് കളയില്ല എന്നും നമുക്ക് ഉറപ്പാണ്.